ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെന്താ ഇവിടെ ഒരു സിനിമയ്ക്കൊക്കെ പോയി. ഒരു സിനിമ രണ്ട് സിനിമയ്ക്ക് പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഞാൻ ആടുജീവിതം ഞാൻ അത് ഇറങ്ങിയ സമയത്ത് ഞാനിവിടെ തിരുവനന്തപുരം സഫയറിലെ ഹോസ്റ്റലിൽ നിൽക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് ലീവിന് വന്നപ്പോഴാണ് ഇന്ന് പോയി കാണാമെന്ന് വെച്ചു. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം പോയി കണ്ടു. ഞാൻ ആക്ച്വലി ആടുജീവിതം 2 വട്ടം പോയി കണ്ടു. എനിക്ക് 3ാമത് വട്ടം നല്ല പടമാണ്. ആക്ച്വലി നല്ല കിട്ടിയതും വേൾഡ് ക്ലാസ് മൂവിയാണ്. പക്ഷേ ഞാൻ പിന്നെ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം മൂവി കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ പാരിപ്പള്ളി രേവതി സിനിമാക്സിലാണ് പോയി കണ്ടത്. നമ്മൾ ഓടി 2 അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പടം? നല്ല പടമായിരുന്നു. വണ്ടർഫുൾ, എപ്പിക്, ഡയമണ്ട് എപ്പിക് എന്നൊക്കെ പറയാം. അതെ, എന്നുവെച്ചാൽ ആ ഒരു മേക്കിംഗ് ആയാലും പൃഥ്വിരാജിന്റെ ആക്ടിങ്ങും ഡെഡിക്കേഷനും ഒക്കെ കിട്ടില്ല അല്ലേ? ആഫ്റ്റർ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ഒരാൾ ഉണ്ടെന്ന് തെളിയിച്ചു. പൃഥ്വി എന്ന് പറയുന്ന ആള് മലയാള സിനിമ ഭരിക്കുമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കിടിലം മേക്കിംഗ്. പക്ക ഒരു വിനീത് ശ്രീനിവാസൻ മൂവി. എന്താ പറയുക, ഒരു മൂവിക്ക്, ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിലുള്ള ധ്യാൻ ശ്രീനിവാസനെ കിടിലം ഒരു എന്താ പറയുക ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ. ആ ഒരു പ്രണവിന്റെ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് ഉണ്ടല്ലോ, അത് വളരെ പൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ട് എനിക്ക് കിട്ടില്ല രീതിയിൽ പോയി. എന്ന് വെച്ചാൽ ഒരു ലോഡ്ജ് കാര്യങ്ങളും ചെന്നൈ വൈബ്സ്, മദ്രാസ് കാര്യങ്ങളുടെ കിട്ടില്ല ഒരു വൈബായിട്ട് പോയി. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കുള്ള ഒരു ഫയർ തുടങ്ങുന്നത്. വെച്ചാൽ നിവിൻ പോളി എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈനർ. പുള്ളിക്ക് കിട്ടുന്ന ആ ഒരു സമയം, ടൈം സ്പേസ് ഒക്കെ കിട്ടിലുമായിട്ട് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. കിട്ടില്ല, ഒന്നും പറയാനില്ല. പക്ക എൻ്റർടൈനർ ആണ് ഈ പടം. കിട്ടില്ല, ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ ആ ഒരു നെഗറ്റീവ് നമുക്കിത് പറയാൻ പറ്റില്ല. അതാണ് ഈ വിനീത് ശ്രീനിവാസന്റെ പടങ്ങളിൽ മിക്കതും ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കിട്ടില്ലായിരിക്കും. അപ്പൊ ആ ഒരു ഇതാണ് നമ്മുടെ ഒരു അഭിപ്രായം. അപ്പൊ ആടുജീവിതത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ? ആടുജീവിതം പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്ന ലെജൻഡ് AR റഹ്മാൻ. പക്ക നമ്മളൊരു ആ ഒരു ക്യാരക്ടറിന്റെ ഉള്ളിലോട്ട് കൊണ്ടു. കൂടെ ഇരുന്ന ചേട്ടനൊക്കെ കരഞ്ഞോണ്ട് ഇറങ്ങിയത്. അതെ. അപ്പൊ ബൈ. ഇത്